നിങ്ങൾ ഈ മെസ്സേജ് അയക്കാതെ അന്നേരം എന്നോട് ചോദിച്ചോ കേട്ടോ, ഞാൻ ചിലപ്പോൾ മെസ്സേജ് നോക്കിയില്ലെങ്കിലോ. ഓക്കെ ഓക്കെ, ഇത് ക്ലിയർ ആണോ അല്ലയോ? അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് മൊത്തം റെക്കോർഡിംഗ് വരാത്തത് കൊണ്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് നൗണിന് മുൻപ് വരുന്ന വാക്കുകളാണ്. ഓക്കെ, എന്നാൽ ആഡ് വെർബ് എന്ന് പറയുമ്പോൾ വെർബിന് ശേഷം വരുന്നു, വെർബിനെ വിശേഷിപ്പിക്കും. നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കിനെ ആഡ്ജക്റ്റീവ് എന്നും വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കിനെ ആഡ് വെർബ് എന്നും പറയുന്നു. ഓക്കെ, ഇത് കൂടി ഓർക്കുക. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, അറ്റൻഡൻസ് തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡിംഗ് ഇടൂല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ റെക്കോർഡിംഗ് എന്നുള്ളത് ഞാൻ ഇടുന്നു മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ക്ലാസ്സിൽ ഇന്നിപ്പോ അവിടെ 1 2 3 4 4 3 7 4 11 4 15 4 19 20 പേര്. അപ്പൊ 3 പേര് ആബ്സെന്റ് ആണ്. ഒരാൾ എന്നെ ഇൻഫോം ചെയ്തിരുന്നു, ബാക്കി ആരും വന്നിട്ടില്ല. അപ്പൊ റെഗുലർ ആയിട്ട് ആബ്സെന്റിസം കൂടിക്കഴിഞ്ഞാൽ റെക്കോർഡിംഗ് എന്നുള്ള സിസ്റ്റം ഞാൻ ഒഴിവാക്കും കേട്ടോ. നമുക്ക് ക്ലാസ് മാത്രമായിരിക്കും ഇത് നിങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് സന്തോഷമാണ്, ഞാൻ മുഴുവൻ ക്ലാസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും റെക്കോർഡിംഗ് മാത്രമായിട്ട് അയച്ചു തരാം. അപ്പൊ എനിക്ക് ക്ലാസ്സിൽ ഇരിക്കണ്ടല്ലോ. മനസ്സിലായോ? ഞാൻ അതിന്റെ 20 ക്ലാസ്സോ 25 ക്ലാസ്സോ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ആയിട്ട് യൂട്യൂബിൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് തരാം, അങ്ങനെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. ഇനി നമുക്ക് നോക്കുകയാണ് ഡെമോൺസ്ട്രേറ്റീവ് ആഡ്ജക്റ്റീവ് നമ്മൾ കാണും. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ ഇല്ലയോ? അപ്പൊ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ആഡ്ജക്റ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ ഒരു സെന്റൻസിൽ വരുമ്പോൾ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത്. അപ്പം ഇന്നലെ നിങ്ങൾ ചെയ്ത എക്സസൈസ് പോലെ തന്നെ നിങ്ങൾക്ക് ഇന്നൊരു ആഡ്ജക്റ്റീവിന്റെ എക്സസൈസ് കൂടി നമ്മൾ ഇടും. അപ്പൊ ആഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആഡ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ, നമ്മളിപ്പോ കണ്ടിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സിലുള്ള ആഡ്ജക്റ്റീവ്. അപ്പൊ അതിലെ ഒരു കാറ്റഗറിയാണ് നിങ്ങൾക്ക് കമ്പാരിസൺസ് എന്ന് പറയുന്ന ആഡ്ജക്റ്റീവ്. അത് നമുക്കൊന്ന് പെട്ടെന്ന് കുറച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ അതാണ്. അതുകൊണ്ട് അത് നമുക്കൊന്ന് നോക്കാം. കുറച്ച് ചോദ്യങ്ങൾ ഈ മോഡലിൽ വരും. അപ്പൊ അത് കാണാവോ? കാണാലോ. നമുക്ക് ഇത് നോക്കണം. ഇറ്റ് വാസ് ഡാഷ് മ്യൂസിക് ഐ ഹാവ് എവർ ഹേർഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, ബ്ലാങ്ക് സ്പേസിന് ശേഷം വന്ന വാക്ക് ഏതാണ്? പറഞ്ഞേ, നിങ്ങൾ ഓഡിയോ ഒക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. ഏത് വാക്കാണ് വന്നത്? മ്യൂസിക്. മ്യൂസിക് എന്നുള്ളത് അപ്പൊ നൗൺ ആണോ, വെർബ് ആണോ, ആഡ്ജക്റ്റീവ് ആണോ, എന്താണ്? മ്യൂസിക്. മ്യൂസിക് എന്ന് പറഞ്ഞ അർത്ഥം സംഗീതം എന്നാണ് അർത്ഥം. അപ്പൊ സംഗീതം നൗൺ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ അതിന് മുൻപല്ലേ ബ്ലാങ്ക് സ്പേസ് ഉള്ളത്? അപ്പൊ അത് ഏത് വേർഡ് ആകണം? ആഡ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ നോക്കുക, ആഡ്ജക്റ്റീവ് എന്നുള്ളത് ഒരു വേർഡ് ആകാം, അല്ലെങ്കിൽ ഒന്നിലധികം വാക്കുകളും ആകാം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുക, ഇറ്റ് വാസ് ഡാഷ് മ്യൂസിക് ഐ ഹാവ് എവർ ഹേർഡ് എന്നാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എവർ എന്നുള്ള വാക്കാണ് ഇതിനകത്തുള്ളത്. എവർ ഹേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം വാക്കും വായിക്കണം, വെറും ആ വാക്ക് മാത്രം. എവർ ഹേർഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എവർ ഹേർഡ് പറഞ്ഞ ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? എവർ ഹേർഡ് അർത്ഥം എന്താ? പറയൂ നന്ദ, എന്താണ് എവർ ഹേർഡ് എന്ന് പറഞ്ഞ അർത്ഥം? Forever heard from the beginning of his lifetime. ഓക്കെ, എവർ ഹേർഡ് എന്ന് പറഞ്ഞ തീർത്ത എന്താണ് അർത്ഥം? ഇതുവരെ കേട്ടിട്ടുള്ളത്. ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വച്ച് എന്നാണ് അർത്ഥം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക് ആയിരിക്കും എന്ത്? ഈ മ്യൂസിക് ആയിരിക്കും എന്ത്? ബെസ്റ്റ് ആണ്. അപ്പൊ അത് ഏത് ഡിഗ്രി ആയിരിക്കും? പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കുമോ, കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കുമോ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും? സൂപ്പർലേറ്റീവ് ആയിരിക്കും ഉറപ്പായിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എല്ലാ വാക്കും നോക്കണം. അപ്പൊ ഇതിനകത്തുള്ളത് എവർ ഹേർഡ് എന്നാണ്. അപ്പൊ നോർമലി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അവിടെ വരേണ്ടത്, ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ 4 ഓപ്ഷൻസിൽ അല്ല 5 ഓപ്ഷൻസിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാണ്? മോർ എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ആണോ, കമ്പാരിറ്റീവ് ആണോ? മോർ
കമ്പാരിറ്റീവ്. നോക്കണം, മോർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കും അല്ലേ? ഹയർ, മോർ, ബെറ്റർ, ഇതൊക്കെ എന്തായിരിക്കും? കമ്പാരിറ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോർ വരുവോ? ഇല്ല. അപ്പൊ ഈ ഓപ്ഷൻ ഔട്ടായി. ഇനി നോക്കണം, ലെസ് എന്ന് പറഞ്ഞാലോ? ലെസ് കമ്പാരിറ്റീവ് ആണോ? നെഗറ്റീവ്. ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ്. അതെന്ത് ഡിഗ്രിയാണ്? നെഗറ്റീവ് എന്ന് പറഞ്ഞാലും അത് നമ്മളിവിടെ ഇതിനകത്ത് കമ്പാരിസണിൽ പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ഡിഗ്രിയാണ്. പോസിറ്റീവ് ആണെന്നല്ല അതിന്റെ അർത്ഥം. നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള രീതിയിലല്ല. നമുക്ക് 3 ഡിഗ്രി അല്ലേ ഉള്ളേ. നോർമൽ ഡിഗ്രി എന്നാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞ അർത്ഥം. കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തെ കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നത്. സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ലെസ് എന്നുള്ളത് ഏതാണ്? ലെസ് ബ്യൂട്ടിഫുൾ, അതും പോസിറ്റീവ് ഡിഗ്രിയാണ്, അതുമല്ല. ശരിയല്ലേ? ഇനി നോക്കിക്കോണം, ബ്യൂട്ടിഫുൾ, ഡി എന്നുള്ള ഓപ്ഷൻ, ബ്യൂട്ടിഫുൾ എന്നുള്ള ഡിഗ്രി. അപ്പൊ ഏതാണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ? ഏതാണ്? പോസിറ്റീവ് ഡിഗ്രിയാണ് അല്ലെ? ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് പറയാം. അപ്പൊ അതുമല്ല. ഇനി നമുക്ക് 2 എണ്ണം ഉണ്ട്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഉണ്ട്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പൊ ഇവിടെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ പ്രത്യേകത ഓർക്കുന്നത്. ആഡ്ജക്റ്റീവ് എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുൻപിൽ എപ്പോഴും, കാരണം 1 ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ അർത്ഥം. അങ്ങനെയുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ മുൻപിൽ എപ്പോഴും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉണ്ടാകണം. മനസ്സിലായോ ഇല്ലയോ? അപ്പൊ ഈ 2 ഓപ്ഷൻസില് ഏറ്റവും റൈറ്റ് ഓപ്ഷൻ ഏതായിരിക്കും? സി ആയിരിക്കും. കാരണം വേറൊന്നുമില്ല, ഓർത്ത 2ലും മോസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട. സൂപ്പർലേറ്റീവ് ഡിഗ്രി വരേണ്ട സ്ഥലത്ത് എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപ് എന്തുണ്ടാകണം? ദ ഉണ്ടാകണം, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടാകണം. മനസ്സിലായോ ഇല്ലയോ? അത് ഓർത്ത് വെക്കുക. ഏത്? ദ ഹയസ്റ്റ്, ദ ടോളസ്റ്റ്, മനസ്സിലാവുന്നുണ്ടോ? ദ ബെസ്റ്റ്, ദ മോസ്റ്റ്. ക്ലിയർ ആയോ ഇല്ലയോ? ഇപ്പം മോസ്റ്റ് പീപ്പിൾ ലവ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ മിക്ക ആളുകളെന്നേ അർത്ഥമുള്ളൂ, അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവി ഈസ് എന്ന് പറഞ്ഞാൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ ഇവിടെ 2 കാര്യം നമ്മൾ കണ്ടു. ഒന്ന്, എവർ ഹേർഡ് എന്നുള്ള ക്ലൂ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഇതിൽ വരുമ്പോ, നിങ്ങൾക്ക് ഇതുപോലെ അല്ല തരിക. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് തരും, ഇറ്റ് വാസ് ലെസ് ബ്യൂട്ടിഫുൾ മ്യൂസിക് ഐ ഹാവ് എവർ ഹേർഡ് എന്നായിരിക്കും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക സെന്റൻസിൽ. എന്നിട്ട് അവിടെ എന്ത് പറയും? കറക്റ്റ് ദി സെന്റൻസ് എന്നായിരിക്കും ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെസ് ബ്യൂട്ടിഫുൾ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യും. മനസ്സിലായോ? ലെസ് ബ്യൂട്ടിഫുൾ അല്ല, ലെസ് അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് പറയും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, ചേഞ്ച് ഒന്നും ഇല്ല, അത് ശരിയാണെങ്കിൽ നോ ചേഞ്ച്. അതിനകത്ത് മാറ്റമുണ്ടെങ്കിൽ മോർ, ദ മോസ്റ്റ്, മോസ്റ്റ് എന്ന് കൊടുക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തെടുക്കണം? നമ്മൾ എവർ ഹേർഡ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ വരുള്ളൂ. പിന്നെ ദ മോസ്റ്റും ഉണ്ടെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിന്റെ മുൻപിൽ എന്ത് വേണം? ദ വേണം. അതുകൊണ്ട് ദ മോസ്റ്റ് ആയിരിക്കും റൈറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കും. പിടികിട്ടിയോ ഇല്ലയോ? ഇനി നമ്മൾ രണ്ടാമത്തെ ഒന്ന് നോക്കാം. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണ്? ഇറ്റ്സ് ഡാഷ് പൗഡർ ഐ ഹാവ് എവർ യൂസ്ഡ്. ഇവിടെ എന്താണുള്ളത്? അപ്പം പെട്ടെന്ന് കിട്ടും. എന്താണുള്ളത്? എവർ യൂസ്ഡ്. അപ്പൊ എവർ യൂസ്ഡ് എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി വേണ്ടേ? അപ്പൊ ഇവിടെയുള്ള സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഏതൊക്കെയാന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഗുഡ് പോസിറ്റീവ് ഡിഗ്രി അല്ലേ? ഗുഡ് എന്നുള്ളത് പോസിറ്റീവ് ഡിഗ്രി അല്ലേ? അപ്പൊ അത് പിന്നെ ഇതല്ല. പിന്നെ ബെറ്റർ എന്നുള്ളത് കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലേ? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, അതും ഔട്ടായി. പിന്നെ നമുക്ക് ബെസ്റ്റും ഉണ്ട്, ദ ബെസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് വരേണ്ടത്? ദ ബെസ്റ്റ്. ക്ലിയർ ആണോ അല്ലയോ? ഓക്കെ, അപ്പം ഐഡിയ മനസ്സിലായോ? ഇത് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്? ജോൺ ഈസ് ഡാഷ് ഓഫ് ഓൾ ടു ആക്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഏതാണ് വേർഡ്? നമ്മൾ ഡിഗ്രി ഐഡന്റിഫിക്കേഷൻ വേർഡ് എന്ന് പറയും. ഏതാണോ ഡിഗ്രി ഏതാന്ന് കണ്ടുപിടിക്കാനുള്ള വേർഡ് ഏതാണ്? ഓഫ് ഓൾ. കണ്ടോ? ആണോ? ഓഫ് ഓൾ. ശരിയല്ലേ? അപ്പൊ ഓഫ് ഓൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പറയേ നിങ്ങള്. എല്ലാരിലും വെച്ച്. എല്ലാരിലും വെച്ച്, എല്ലാ ആളുകളിലും വെച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൂപ്പർലേറ്റീവ്.
അപ്പൊ നമ്മൾ നോക്കുക നമുക്ക് ഏതൊക്കെയുണ്ട് ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലെ? അപ്പൊ ഇത് എളുപ്പമല്ലേ? ഐഡിയ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എളുപ്പം. അപ്പൊ നോക്കണം, ക്യുക്ക് പോസിറ്റീവ് ഡിഗ്രി ആണ്, ഇതല്ല. പിന്നെ നോക്കണം ക്യുക്കർ കമ്പാരിറ്റീവ് ഡിഗ്രി. നമുക്ക് ക്യുക്കസ്റ്റും ദ ക്യുക്കസ്റ്റും. അപ്പൊ എടുത്തിയാടി ക്യുക്കസ്റ്റ് എന്ന് എഴുതരുത്. കാരണം എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ എന്ത് വേണം? The quickest. ദ ക്യുക്കസ്റ്റ്, ദ വേണം. അപ്പൊ അതുകൊണ്ട് ഏതായിരിക്കും ഓപ്ഷൻ? ഇ ആയിരിക്കും. ജോൺ ഈസ് ദ ക്യുക്കസ്റ്റ് ഓഫ് ഓൾ ടു ആക്ട്. ക്ലിയർ ആണോ അല്ലയോ? ക്ലിയർ ആണ് സർ. He is dash strong dash his brother എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കണം, ഇവിടെ എത്ര പേരുണ്ട് പറഞ്ഞിരിക്കുന്നത്? ഹി ഉണ്ട്, ഹിസ് ബ്രദർ അല്ലെ? അപ്പൊ രണ്ടുപേര്. അപ്പൊ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടാളുകളെയോ രണ്ട് കാര്യങ്ങളെയോ രണ്ട് സ്ഥലങ്ങളെയോ രണ്ട് വസ്തുക്കളെയോ ആണ് നമ്മളൊരു ആഡ്ജക്റ്റീവ് കൊണ്ട് താരതമ്യം ചെയ്യുന്നതെങ്കിൽ, കമ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഏത് ഡിഗ്രി വേണം? കമ്പാരിറ്റീവ് ഡിഗ്രി വേണം. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ കമ്പാരിറ്റീവ് ഇവിടെ രണ്ടെണ്ണം ഉള്ളത്. ഹി ഉണ്ട്, ഹിസ് ബ്രദറും ഉണ്ട്. രണ്ടുപേരെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ വരണം? ഹി ഈസ് ഡാഷ് സ്ട്രോങ് ഡാഷ് ഹിസ് ബ്രദർ എന്നാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണ്, ഹി ഈസ് സിമിലർ ആസ് ഹിസ് ബ്രദർ എന്ന് പറഞ്ഞാൽ സിമിലർ സ്ട്രോങ് ആസ് ഹിസ് ബ്രദർ എന്ന് പറയാം. അല്ലെങ്കിലോ ഇവിടെ നമുക്ക് നോക്കുമ്പോഴാണ് നമ്മളൊരു സ്പെഷ്യൽ ആഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഏതാണ്? ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ആസ് സ്ട്രോങ് ലൈക്ക് ഹിസ് ബ്രദർ, സിമിലർ സ്ട്രോങ് ആസ് ഹിസ് ബ്രദർ അങ്ങനെ പറയില്ല. പിന്നെ ഏതാണ്? സ്ട്രോങ്, ഹി ഈസ് സ്ട്രോങ് ദാൻ ഹിസ് ബ്രദർ എന്നും പറയില്ല. കാരണം സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രിയാണ്. മനസ്സിലായോ? അപ്പൊ ഇതും വരില്ല. പിന്നെ ഹി ഈസ് സോ സ്ട്രോങ് ആസ് ഹിസ് ബ്രദർ എന്നും പറയില്ല. അവിടെ ഏറ്റവും സ്യൂട്ടബിൾ കൺസ്ട്രക്ട് നമ്മൾ നോക്കേണ്ടത്, ചിലപ്പോൾ ഇവിടെ നമുക്ക് സംശയം വരാൻ സാധിക്കുന്നത് സോ സ്ട്രോങ് എന്നുള്ളത് നമുക്ക് വരാൻ വേണ്ടി സംശയം തോന്നും, സോ ആസ്. പക്ഷെ അവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ്? സോ എന്ന് പറഞ്ഞാൽ വെരി അർത്ഥവും, അതും പോസിറ്റീവ് ഡിഗ്രിക്ക് തുല്യമാണ്. സിമിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോസിറ്റീവ് ഡിഗ്രിക്ക് തുല്യമാണ്. മനസ്സിലായോ? പിന്നെ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ. അപ്പൊ ഇവിടെ കറക്റ്റ് കൺസ്ട്രക്ഷൻ ഏതാണ് വരേണ്ടത്? നമ്മൾ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാനായിട്ട് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് എന്ത്? ആസ്. അപ്പൊ എങ്ങനെ പറയും? ഹി ഈസ് ആസ് സ്ട്രോങ് ആസ് ഹിസ് ബ്രദർ. ദാറ്റ് ഈസ് ആസ് കൺസ്ട്രക്ഷൻ എന്ന് പറയും. ക്ലിയർ ആയോ ഇല്ലയോ? ഹി ഈസ് ആസ് സ്ട്രോങ് ആസ് ഹിസ് ബ്രദർ. ഹി ഈസ് ആസ് സ്റ്റുഡിയസ് ആസ് ഹിസ് ബ്രദർ. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് as heavy as you said എന്നൊക്കെ നമ്മൾ. ഇനി അടുത്ത് നോക്കുക, ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ഡാഷ് ദാൻ റഷ്യൻ വൺ. അപ്പൊ ദാൻ വന്നാൽ ഉറപ്പായിട്ടും ചിന്തിച്ചോളുക, അവിടുത്തെ വേർഡ് ഏതാണ്? ദാൻ ആണ്. ദാൻ വന്നാൽ ഏതായിരിക്കും വരിക? കമ്പാരിറ്റീവ് ഡിഗ്രി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നോക്കണം, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി. എന്തൊക്കെയുണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്, റഷ്യൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷിനെയും റഷ്യനെയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. പുറത്ത് വെച്ചേക്കും. അപ്പൊ നമുക്ക് ഏതാണുള്ളത്? ഇപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ഈസി എന്ന് പറഞ്ഞാൽ ഏതാണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പൊ ഇത് വരുവോ? ഇത് വരൂല. ഇനിയും ദ ഈസിയസ്റ്റ് വരുവോ? രണ്ടെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ ഇത് വരുവോ? സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുവോ? രണ്ടെണ്ണം ഉള്ളപ്പോ ഒരിക്കലും എന്ത് വരില്ല? സൂപ്പർലേറ്റീവ് വരില്ല. ഓക്കെ. ഇനി നോട്ട് സോ ഈസി ദാൻ എന്ന് പറയുവോ? ഇല്ല, കമ്പാരിറ്റീവ് ഡിഗ്രി വരില്ല. സോ എന്ന് പറഞ്ഞാൽ വെരി എന്നാണ് അർത്ഥം, അതുകൊണ്ട് നമുക്ക് വരില്ല. ഇനി ഹി ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ആസ് ഈസി ആസ് ദാൻ എന്ന് വരില്ല. കാരണം ആസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആസ് ദാനിന് തുല്യമാണ്. മനസ്സിലായോ? ആസ് ദാൻ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഹി ഈസ് ആസ് സ്ട്രോങ് ആസ് ഹിസ് ബ്രദർ എന്ന് പറഞ്ഞാൽ അത് അയാളെ പോലെ തന്നെ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ഏതാണ് വരിക? ഈസിയർ. അതേ വരുള്ളൂ. റൈറ്റ് ഓപ്ഷൻ. ഐഡിയ മനസ്സിലായോ ഇല്ലയോ? അപ്പൊ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഇനി ചെയ്തു നോക്കുക. സംശയം വന്നാൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഓക്കെ ആണോ? Yes, sir. വേറെ കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഉണ്ടോ? അപ്പൊ അതൊന്ന് നോക്കിയിട്ട് നന്നായിട്ട് ചെയ്യാം. 30 ഇതും ഇന്നലെ ചെയ്തതുപോലെ തന്നെ 100 എണ്ണം ഉണ്ട്. അപ്പൊ 100 എണ്ണം ചെയ്യാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? എളുപ്പമല്ലേ?
വലിയ എളുപ്പം. ഇതിപ്പോ 106 ക്വസ്റ്റ്യൻ. അത് കഴിയുമ്പോൾ ഞാൻ ഇന്നലെ ചെയ്തതുപോലെ തന്നെ നാളെ 8 മണിയാകുമ്പോൾ ഇതിന്റെ ഇന്ന് രാത്രി അല്ലെ, ഇന്ന് രാത്രി 8 മണിയാകുമ്പോൾ ഇതിന്റെ ആൻസർ കീയും കൂടി പോസ്റ്റ് ചെയ്യും. ഇപ്പൊ രാത്രി 8 മണി വരെയുള്ള സമയമുണ്ട്. നിങ്ങൾ കോളേജിലൊക്കെ പോകുന്നവര് അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വെർബ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ടത് ഓർക്കുക, നമ്മൾ നൗൺ എന്താന്ന് കണ്ടു, ആഡ്ജക്റ്റീവ് എന്താന്ന് കണ്ടു, അതുപോലെ തന്നെ പ്രോനൗണും എന്താന്ന് കണ്ടു. നൗൺ, പ്രോനൗൺ, ആഡ്ജക്റ്റീവ് അതൊരു ഫാമിലിയാണ് അല്ലെ. അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഓബ്ജക്റ്റിന്റെ സ്ഥാനത്തോ വരാൻ സാധ്യതയുള്ള പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരു ഫാമിലിയാണ് നൗൺ ഫാമിലി. അതിനകത്ത് 3 മെമ്പേഴ്സ് ആരൊക്കെയാണ്? നൗണും, പ്രോനൗണും, ആഡ്ജക്റ്റീവ് എന്ന് ഓർത്ത് വെച്ചു. ഇനി നമുക്ക് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാമിലിയാണ് വെർബ് ഫാമിലി. അതാണ് നമ്മൾ ഇനി കാണാം. ഇത് ഞാൻ പറയാം ഒരു കാര്യം. നമ്മൾ നോക്കുന്നത്, നമ്മൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ബേസിക്സ് കണ്ട് ഈ എക്സസൈസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രാമറിന്റെ എസെൻഷ്യൽ റൂൾസ് ഉണ്ട്, നമുക്ക് നോക്കുന്ന 1 by 1 റൂൾസ് ആയിട്ട് കാണാം. ഈ കോൺകോർഡ് റൂൾസ് അഥവാ നമ്മൾ സിൻടാക്റ്റിക് റൂൾസ് ഉണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും എഴുതാൻ പോലെയാവും. അപ്പൊ ഈ കോൺസെപ്റ്റ്സ് മനസ്സിലായാലേ ഞാൻ അത് പറയുമ്പോൾ, റൂൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. മനസ്സിലായി? അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഇവിടെ നോക്കുക, വെർബുകളെ നമുക്ക് പ്രധാനമായിട്ടും 3 തിരിക്കാം. ഏതൊക്കെയാണ്? വെർബ്സ് ഓഫ് എക്സിസ്റ്റൻസ്, വെർബ്സ് ഓഫ് പൊസഷൻ, വെർബ്സ് ഓഫ് ആക്ഷൻ. അപ്പൊ വെർബ്സ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അസ്തിത്വം, നിലനിൽപ്പ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിന്റെ ഒരു അവസ്ഥ പറയും അല്ലേ? എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയല്ലേ. അപ്പൊ ഒരാളുടെ അവസ്ഥ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെർബുകളെയാണ് എന്തെന്ന് പറയുക? വെർബ്സ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ ഞാൻ പറയണ ദിസ് ഈസ് എ ടേബിൾ, ഹി ഈസ് എ ബോയ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അവിടെ എന്താണ്? ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെർബുകളാണ് ആം, ഈസ്, ആർ, വാസ് ഓർ വേർ, ബീൻ, ബീയിങ് എന്നുള്ള വെർബുകൾ. അപ്പൊ ഇതിനെ നമ്മൾ വേറൊരു പേരിൽ നമുക്ക് ബി വെർബുകൾ എന്നും പറയും. ബി വെർബുകൾ എന്നും പറയും. ഇതിന്റെ അർത്ഥം ആം, ഈസ്, ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആകുന്നു, ആണ് എന്നാണ്. അപ്പം ദിസ് ഈസ് എ ടേബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇത് ഒരു ടേബിൾ ആകുന്നു, അല്ലെങ്കിൽ ഇതൊരു ടേബിൾ ആണ് എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ നോക്കുക, വാസ് ഓർ വെയർ എന്ന് പറഞ്ഞാലോ ആയിരുന്നു എന്നാണ് അർത്ഥം. അപ്പം ദിസ് വാസ് എ ടേബിൾ എന്ന് പറഞ്ഞാലോ നമ്മൾ ആ ടേബിൾ തല്ലി പൊട്ടിച്ചിട്ട് കഷ്ണമൊക്കെ ആക്കിയിട്ട് അടുപ്പിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടി കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ പറയണത് ദിസ് വാസ് എ ടേബിൾ. ഇതിന് മുൻപ് എന്തായിരുന്നു? അത് ടേബിൾ ആയിരുന്നു. ഇപ്പൊ ആണോ? അല്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അത് വാസ് ഓർ വെയർ ആയിരുന്നു. ഇനി ബീൻ, ബീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ആയിട്ടുണ്ട് എന്നാണ്. ആയിട്ടുണ്ട്. ബീയിങ് ആയിക്കൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വെർബാണ് വെർബ്സ് ഓഫ് പൊസഷൻ. ഒരു ഓണർഷിപ്പിനെ കാണിക്കുന്ന വെർബ് അഥവാ ഉണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ എന്തെങ്കിലും ഉണ്ട്, ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ നമുക്ക് നോക്കാം, അതിലെ സിംഗുലർ നമുക്ക് ഹാസ് ഓർ ഹാവ്. അതിനെന്താണ്? ഹാസ് ഓർ ഹാവ്. ഹാസ് എന്ന് പറഞ്ഞാൽ സിംഗുലറിന്റെ കൂടെയും ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലൂറലിന്റെ കൂടെയും. അപ്പൊ സിംഗുലർ എന്ന് പറഞ്ഞാൽ 3rd person സിംഗുലറിന്റെ കൂടെ മാത്രം. ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേര്, അങ്ങനെയുള്ളതിന്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്നതിനെയാണ് ഹാസ്. ബാക്കി എല്ലാത്തിന്റെയും കൂടെ ഹാവ് എന്നുള്ളതായിരിക്കും. അതിന്റെ അർത്ഥം ഉണ്ട് എന്നാണ്. ഇപ്പൊ ഐ ഹാവ് എ പെൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എനിക്കൊരു പേനയുണ്ട്. ഓക്കെ. ഇനി ഹാഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ ഐ ഹാഡ് എ കാർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, പോയി, വിറ്റുപോയി എന്നർത്ഥം. ഇനി ഹാഡ് തന്നെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിലും ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഉണ്ടായിട്ടുണ്ട്. ഹാവിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളത് ഓർമ്മിക്കുക. ഇനി നമുക്ക് വെർബ്സ് ഓഫ് ആക്ഷൻ. ഇപ്പൊ ഡു ഓർ ഡസ് അല്ലെ? ഡു ഓർ ഡസ്. അപ്പൊ നമുക്ക് ഡു ഓർ ഡസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ചെയ്യുന്നു.
സിംഗുലറിന്റെ കൂടെ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി ഷീ ഇറ്റ് എന്നുള്ളതിന്റെ കൂടെ ഡസ് ആണ് എപ്പോഴും ഉപയോഗിക്കുക. ബാക്കി എല്ലാത്തിന്റെയും കൂടെ ഡു എന്നായിരിക്കും ഉപയോഗിക്കുക. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥം. ഡൺ ചെയ്തു എന്നർത്ഥം. ഡൺ എന്ന് പറഞ്ഞാലോ ചെയ്തിട്ടുണ്ട്. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു, ഡൺ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. ഡൂയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് ഓർത്ത് വെക്കുക. ഇങ്ങനെയാണ് നമുക്ക് വെർബുകൾ. അപ്പൊ ഇനി നമ്മൾ നോക്കുക ബാക്കി. ഇനിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വെർബുകൾ നമ്മൾ ബാക്കി എന്ത് വെർബ് പറഞ്ഞാലും ഈ മൂന്നിലെ ഒരു കാറ്റഗറിയിൽ. അപ്പൊ ഇംഗ്ലീഷിലുള്ള മുഴുവൻ വെർബുകളുടെയും ബേസ് വെർബുകൾ ഈ മൂന്നെണ്ണമാണ്. ഇപ്പൊ നമ്മൾ പറയുവാണ് സ്റ്റഡി എന്ന് പറയും. അപ്പൊ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡു പ്ലസ് സ്റ്റഡി എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റഡീഡ് ആണെങ്കിലോ ഡിഡ് പ്ലസ് സ്റ്റഡി എന്ന്. അപ്പൊ പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിൽ ഏത് വെർബ് ഉണ്ടെങ്കിലും ആ വെർബിൽ നിന്ന് ഡു ഫോമിനെ എക്സ്ട്രാക്ട് ചെയ്യും, പുറത്തോട്ടെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങളോട് പറഞ്ഞു ഹീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയും. അപ്പൊ അതിന് നമുക്ക് അവനോട് ചോദിക്കണം അവൻ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് ചോദിക്കണം. അപ്പം നമ്മൾ എന്ത് പറയും? ഡിഡ് ആദ്യം ഇങ്ങോട്ടെടുക്കും, സ്റ്റഡീഡ് ഉണ്ട്. അപ്പൊ ഡിഡ് വന്നു, എന്നിട്ട് ഡിഡ് ഹീ, പിന്നെ നമ്മൾ സ്റ്റഡീഡ് പറയണ്ട, ഡിഡ് ഹീ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് മാത്രം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? എന്നാൽ നമ്മൾ പറയുവാണ് സ്റ്റഡിങ് എന്ന് വരുക. അപ്പൊ നമ്മൾ ഡൂയിങ് എന്നല്ല ചേർക്കുക. സ്റ്റഡിങ് എന്ന് പറയുമ്പോൾ ING ആണ്. അപ്പൊ INGയുടെ സ്ട്രക്ചർ ഈസ്, ആം, ഈസ്, ആർ പ്ലസ് വെർബ് ING. അപ്പം അപ്പൊ നമ്മൾ എന്ത് ചേർക്കും? ഈസ് ഹീ സ്റ്റഡിങ്, അല്ലെങ്കിൽ വാസ് ഹീ സ്റ്റഡിങ്, അല്ലെങ്കിൽ വേർ ദേ സ്റ്റഡിങ് എന്നാണ്. മനസ്സിലായോ ഇല്ലയോ? ഇത് വെർബിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഒത്തിരി അങ്ങനെ ആക്ടിവിറ്റി വരില്ല, എങ്കിലും അത് ഓർത്ത്. അപ്പൊ ഇതിന്റെ നമുക്ക് വരുന്ന കൺസ്ട്രക്ഷൻ നമുക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രം നമുക്കിതൊന്ന് നോക്കുവാണ്. നമുക്ക് ഇങ്ങനെയാണ് വരിക. വെർബ്സ് ഓഫ് എക്സിസ്റ്റൻസ്. ഐ ആം എ മാൻ, വി ആർ ഹ്യൂമൻസ്, യു ആർ എ മാൻ, യു ആർ മെൻ. കണ്ടോ? മാൻ, മെൻ. യു ആർ എ മാൻ. യുവിന്റെ കൂടെ ആറ് തന്നെ ആയിരിക്കും, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും. പക്ഷെ അതിന്റെ നൗണുകൾ മാത്രം. യു ആർ മെൻ. He is a teacher. She is a teacher. She is a doctor. It is a cat. But he, she, itinde kude is. Adana they are friends. Okay. Appo enganeyana inde conjugation variga? To be ennulladana root form. Adu V1 athava present tense inde form am, is, are. Past tense inde form V2 was or were. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം V3 അത് ബീൻ. പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും ING, അത് V4 ബീൻ. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ചേർക്കുന്ന കണക്ഷൻ എങ്ങനെയായിരിക്കും? ഐ ആം, വി ആർ, യു ആർ, ദേ ആർ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ് എന്ന് ഓർത്ത് വെക്കും. ക്ലിയർ ആയോ ഇല്ലയോ? ഇനി നമുക്ക് വെർബ്സ് ഓഫ് പൊസഷന്റെ കോൺജുഗേഷൻസും മിക്സിംഗ് ആണ് നമ്മൾ കാണുന്നത്. Verbs of possession: to have, has or have, had, having. Conjugation ആണ്. Root form to have. V1 has or have. V2 had. V4 having. അപ്പൊ നോക്കണം, ഐയുടെ കൂടെ have, വിന്റെ we, you, they have. So I have, we have, you have, they have. ഇനി he, she, ഇറ്റിന്റെ കൂടെ has. He has, she has, it has. ഇനി ഇതിൽ ഏതാണെങ്കിലും പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ had മാത്രം. I had, we had, you had, they had, he had, she had, it had. മനസ്സിലായോ? അപ്പം പാസ്റ്റ് ടെൻസിന്റെ കൂടെ എല്ലാം had. അപ്പൊ I have a book, we have books, she has books. എന്നാൽ I had a book, we had a book, we had books, she had books. ക്ലിയർ ആയോ ഇല്ലയോ? ഇനി വെർബ്സ് ഓഫ് ആക്ഷൻ ഡു ഫോം വരുന്ന എങ്ങനെ? ഇവിടെയാണ് തെറ്റുകൾ വരിക കേട്ടോ, അതാണ് ഓർക്കണം. ടു ഡു റൂട്ട് ഫോം, ഡു ഓർ ഡസ്. ഇപ്പൊ ഡസ് എന്നുള്ളത് സിംഗുലർ, ഡു എന്നുള്ളത് പ്ലൂറൽ. ഡിഡ്, ഡൺ, ഡൂയിങ് ഇതാണുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ പറയും ഐ ഡു, വി ഡു, യു ഡു, ദേ ഡു. ഇതിന്റെ എല്ലാത്തിനും കൊണ്ട് ഡു. എന്നാൽ ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. ഹി, ഷീറ്റിന്റെ കൂടെ ഏതായിരിക്കും വരിക? ഡസ് ആയിരിക്കും. പിന്നെ ഇതെല്ലാത്തിന്റെയും കൂടെ പാസ്റ്റ് ടെൻസ് വരുമ്പോഴോ
ഡിഡ് എന്ന് വരും. അപ്പൊ ഐ ഡിഡ്, വി ഡിഡ്, യു ഡിഡ്, ദേ ഡിഡ്, ഹി ഡിഡ്, ഷീ ഡിഡ്, ഇറ്റ് ഡിഡ്. മനസ്സിലായി? എല്ലാത്തിനും കൂടെ ഡിഡ്. ക്ലിയർ അല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതൊന്ന് ഓർത്ത് വെക്കുക. വർക്ക് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് വർക്ക്. അപ്പൊ ഇവിടെ വെർബ് എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് നോക്കാം. വർക്ക് എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ വർക്ക്സ്. അപ്പൊ ഡസ് നിയർ. എസ്സിൽ അവസാനിക്കുന്നതെല്ലാം ഡസ് നിയർ. മനസ്സിലാവുന്നുണ്ട്? ഇ ഡി ആണെങ്കിൽ ഡിഡ് ഇയർ. മനസ്സിലായോ? വർക്ക്ഡ് ആണെങ്കിൽ ഡിഡ് ഇയർ, ഡിഡ് പ്ലസ് വർക്ക്. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു ഡു പ്ലസ് വർക്ക്, വർക്ക്സ് ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് വർക്ക്, വർക്ക്ഡ് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് വർക്ക്. ഇത് ഓർത്ത് വെക്കും. ഇനി നമുക്ക് മിസ്റ്റേക്ക് വരുന്ന എങ്ങനെയാന്ന് നോക്കാം. ഐ ഡിഡ് നോട്ട് വർക്ക്ഡ്. ശരിയാണോ? വർക്ക്ഡ് അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് ചോദിക്കുക എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ നോക്കുക, വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? ഡിഡ് പ്ലസ് വർക്ക്. ഡിഡ് പ്ലസ് വർക്ക്ഡ് ആണോ? ഡിഡ് ചേർത്താൽ പിന്നെ ഇ ഡി ചേർക്കണോ? വേണ്ട. വേണ്ട. അപ്പൊ ഇവിടെയാണ് തെറ്റ്. മനസ്സിലായോ? അപ്പൊ എവിടെയാണെന്ന്? ഐ ഡിഡ് നോട്ട് വർക്ക്. അത്രയും മതി. അടുത്ത് നോക്കിയാ, ഹി ഡസ് നോട്ട് വർക്ക്സ്. ഞാൻ പറഞ്ഞില്ലേ അവസാനമാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതിലാണ് അവസാനിച്ചിരിക്കുന്നത്? എസ്സിലാണ് അവസാനിച്ചത്. പക്ഷെ ഇവിടെ എന്ത് ചേർത്തിട്ടുണ്ട്? ഡസ് ചേർത്ത്. ഡസ് ചേർത്താ പിന്നെ വെർബിന്റെ കൂടെ എസ് ചേർക്കണോ? വേണ്ട. അപ്പൊ അതെങ്ങനെയായിരിക്കും? ഹി ഡസ് നോട്ട് വർക്ക്. ഐഡിയ മനസ്സിലായോ? അപ്പൊ ഹി ആണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ വർക്ക്സ് എന്ന് ചേർക്കരുത്. കാരണം അവിടെ ഡസ് ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണ്ട? എസ് ഓർ എസ് വേണ്ട. ക്ലിയർ ആണോ? ഇനി ഇതൊന്ന് നോക്കിക്കേ. ഇത് അതിൽ വരുന്ന മറ്റ് മിസ്റ്റേക്സ്. ഐ നോട്ട് വർക്ക്. അപ്പൊ ഇവിടെ നോക്കുക, ഐ നോട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ട് വന്നു. നോട്ട് വന്നാൽ ഉറപ്പായിട്ടും എന്ത് ചേർക്കണം? നോട്ട് വന്നാൽ ഓക്സിലറി വെർബ് അതിന് മുൻപ് ചേർക്കണം. മനസ്സിലായോ? ഐ നോട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ സെന്റൻസ് തെറ്റും. അപ്പൊ കറക്റ്റ് കൺസ്ട്രക്ഷൻ എന്നായിരിക്കും? ഐ ഡു നോട്ട് വർക്ക് എന്നോ ഐ ഡിഡ് നോട്ട് വർക്ക് എന്നോ ടെൻസിനനുസരിച്ച് ചേർക്കണം. അപ്പൊ ടെൻസ് ഏതാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓക്സിലറി ചേർക്കുന്നത്. മനസ്സിലായോ ഇല്ലയോ? ഹലോ, മനസ്സിലായി സാർ. ഇവിടെ നോക്കുക, ഐ നോട്ട് എ ടീച്ചർ. ഐ നോട്ട് എ ടീച്ചർ. അപ്പം ടീച്ചർ എന്നുള്ളത് നൗൺ ആണ്. നോട്ട് എന്നുള്ളത് എന്താണ്? ഒരു നെഗറ്റീവ് വേർഡ് മാത്രമാണ്. ഇവിടെ എന്തില്ല? വെർബില്ല. മനസ്സിലായോ? വെർബില്ലാത്തൊരു സെന്റൻസിന് നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ വെർബ് ചേർക്കണം. അപ്പൊ ഇത് ടീച്ചർ എന്നുള്ളത് ഒരു അവസ്ഥയാണ് അല്ലെ? ഒരാളുടെ ഒരു പ്രൊഫഷന്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചേർക്കണം? അതിന് വേണ്ട വാക്ക് ചേർക്കണം. അപ്പൊ ഇവിടെ ഏതാണ്? ഐ ആം നോട്ട് എ ടീച്ചർ. മനസ്സിലായോ ഇല്ലയോ? ക്ലിയർ ആണോ ഇല്ലയോ? ഇനി നോക്കണം, ഐ ഹാവ് നോട്ട് അംബ്രല്ല. അപ്പൊ ഐ ഹാവ് നോട്ട് അംബ്രല്ല എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, നോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല. ഞാൻ കൊടയില്ല എന്നാ അർത്ഥം. ശരിയല്ലേ? അപ്പൊ അവിടെ എന്ത് വന്നില്ല? ശരിക്കും വരേണ്ട വെർബ്, മെയിൻ വെർബ് വന്നില്ല. അപ്പൊ അവിടെ എന്ത് ചേർക്കണം? ഐ ഡു നോട്ട് ഹാവ് അൻ അംബ്രല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് ഹാവ് അൻ അംബ്രല്ല. എനിക്ക് കൊട ഇല്ല എന്നോ കൊട ഉണ്ടായിരുന്നില്ല എന്നോ പറയാൻ. മനസ്സിലായോ ഇല്ലയോ? അപ്പൊ ഇത് അപ്പൊ ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. വെർബിന് അങ്ങനെ നിൽക്കാൻ വേണ്ടി എപ്പോഴും അതിന്റെ ടെൻസ് ഓക്സിലറീസ് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇത് ക്ലിയർ ആണോ അല്ലയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തിട്ട്? ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചേ? ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗവും കൂടി കാണുവാണ്. ഇവിടെ നോക്കിയേ, നമുക്ക് വെർബുകളെ എന്നിട്ട് രണ്ടായിട്ട് തിരിക്കാം. മെയിൻ വെർബുകൾ കാണത്തില്ലേ? കാണത്തില്ലേ? നമുക്ക് വെർബുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മെയിൻ വെർബുകളും ഓക്സിലറി വെർബുകളും എന്ന് പറഞ്ഞ് തിരിക്കാം. മെയിൻ വെർബുകൾ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്ന വെർബുകളെയാണ് മെയിൻ വെർബുകൾ എന്ന് വിളിക്കുക. അപ്പൊ മെയിൻ വെർബ് എന്ന് പറഞ്ഞ അർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട വേർഡ് എന്നാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ. ഐ ടീച്ച് ഇംഗ്ലീഷ് എന്ന് ഞാൻ പറയും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പൊ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ വെർബ്. ക്ലിയർ ആയോ ഇല്ലയോ? ഇനി അപ്പം ഇവിടുത്തെ മെയിൻ വെർബ് അതാണ്. അപ്പൊ നമ്മൾ പറയാണ് ഐ ഗോ ഹോം.
അപ്പൊ അവിടുത്തെ മെയിൻ വെർബ് ഏതാണ്? ഗോ എന്നുള്ളത്. ഐ പ്ലേ ക്രിക്കറ്റ്, അവിടുത്തെ മെയിൻ വെർബ് ഏതാണ്? പ്ലേ എന്നുള്ളതാണ്. ഐ സിംഗ് എ സോങ്, അവിടുത്തെ മെയിൻ വെർബ് ഏതാണ്? സിംഗ് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ മെയിൻ വെർബിനെയാണ്, പ്രധാനപ്പെട്ട വെർബിനെയാണ് നമ്മൾ മെയിൻ വെർബ് അഥവാ പ്രിൻസിപ്പൽ വെർബ് എന്നൊക്കെ വിളിക്കുക. എന്നാൽ നമ്മൾ ഇങ്ങനെ പറയുവാണ്, ഐ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്, ഐ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ നോക്കിക്കേ, നമുക്ക് ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഈറ്റിന്റെ ഒരു V3 ഫോം ഉണ്ട്, അതിന് മുൻപ് ഒരു ഹാവും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവിടെ വന്നിരിക്കുന്ന ഈ ഏറ്റവും പ്രധാനമായിട്ട് ഈ വെർബുകളുടെ കോൺജുഗേഷൻ നമ്മളിപ്പോ കാണും. എങ്കിലും ഞാൻ പറയണം, ഈ V3 ആൻഡ് V4 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിളിനും പ്രസന്റ് പാർട്ടിസിപ്പിളിനും ഉള്ള പ്രത്യേകത, അതിനൊരു സെന്റൻസിൽ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതിന്റെ കൂടെ ഒരു സഹായക്രിയ, ഒരു ഓക്സിലറി വെർബ് നിർബന്ധമാണ്. മനസ്സിലായോ? അപ്പൊ ഐ ഗോൺ ടു മാർക്കറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഗോൺ എന്ന് പറഞ്ഞാൽ V3 ആണ്, അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ അതിന് മുൻപ് എന്ത് വേണം? ഒരു ഓക്സിലറി വെർബ്, അതൊരു സഹായിക. അപ്പൊ നമ്മളിവിടെ ഓക്സിലറി എന്ന് പറഞ്ഞാൽ സഹായിക ക്രിയ, സഹായം, സഹായിക്കുന്ന. അപ്പൊ ഇവിടെ ഐ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പൊ അവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? ഹാവ്. ഇനി നോക്കണം, ഐ ക്യാൻ ഡു ഇറ്റ്. ഇവിടെ നോക്കണം, ക്യാൻ ഡു എന്നാണ് അവിടെ വന്നത്, മെയിൻ വെർബ്. ഇവിടെ കാണും ഇപ്പം നമ്മൾ അത് എങ്ങനെയാണ് വരുന്നത്. അപ്പം ഐ ക്യാൻ ഡു ഇറ്റ്, അപ്പൊ അവിടെ എന്താണ്? ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അവിടെ സഹായക ക്രിയയായിട്ട് ക്യാൻ ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് മെയിൻ വെർബിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പൊ ഐ വിൽ ഗോ ദെയർ, ഗോയാണ് അവിടുത്തെ മെയിൻ വെർബ്. വിൽ എന്നുള്ളത് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെർബ്, അതിനെയാണ് നമ്മൾ ഓക്സിലറി എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഓക്സിലറി വെർബുകളെ വീണ്ടും നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. പ്രൈമറി ഓക്സിലറി എന്നും സെക്കൻഡറി ഓക്സിലറി എന്നും പറഞ്ഞ് നമുക്ക് തിരിക്കാം. അപ്പൊ പ്രൈമറി ഓക്സിലറി എന്ന് പറഞ്ഞാൽ അർത്ഥം, ആ സഹായക ക്രിയക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വെർബ് ആകാനും അതുപോലെ വേറൊരു സെന്റൻസിൽ ഓക്സിലറി വെർബ് ആകാനും പറ്റുമെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി ഓക്സിലറി എന്നാണ് വിളിക്കുക. ഓക്കെ, അത് ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ് ഓർ വേർ, ഡു, ഡിഡ് എന്നാണ്. അപ്പൊ ഇവിടെ നോക്ക്, നമുക്ക് അതിന്റെ എക്സാമ്പിളിലേക്ക് നോക്കാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഐ ആം ജെയിംസ് എന്ന് പറയും. അപ്പൊ ഇവിടെ എത്ര വെർബുണ്ട്? ഇവിടെ എത്ര വെർബുണ്ട്? ഒറ്റ വെർബ്. ഒറ്റ വെർബ്. ഏതാണത്? ആം എന്നുള്ളത്. ഞാൻ ജെയിംസ് ആണ്. അപ്പൊ അവിടെ അതിൽ തന്നെ അത് മീനിങ് കംപ്ലീറ്റ് ആണ്, അതാണ് പ്രധാനപ്പെട്ട വെർബ്. പക്ഷെ ആം എന്നുള്ളത് എന്താണ്? ഓക്സിലറി വെർബ് അല്ലേ? പക്ഷെ ആ ഓക്സിലറി വെർബ് തന്നെ ഇവിടെ എന്തായിട്ട് വന്നിരിക്കുന്നു? മെയിൻ വെർബായിട്ട് വന്നിരിക്കുന്നു. ശരിയല്ലേ? എന്നാൽ ഇതേ കാര്യം തന്നെ ഞാൻ പറയുകയാണ്, ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കുക, മെയിൻ വെർബ് ഏതാണ് ഇവിടെ? റീഡിങ് ആണ്. ആ റീഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അതേ ആം തന്നെ വന്നു. അപ്പൊ ആമിന് അവിടെ എന്താണ്? മെയിൻ വെർബ് ആകാനും പറ്റും, മറ്റൊരു സെന്റൻസിൽ അതിന് ഓക്സിലറി വെർബ് ആകാനും പറ്റും. മനസ്സിലായോ ഇല്ലയോ? അപ്പൊ അങ്ങനെ മെയിൻ വെർബ് ആകാനും ഓക്സിലറി വെർബ് ആകാനും പറ്റുന്ന തരത്തിലുള്ള ഓക്സിലറി വെർബുകളെയാണ് പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ് ഓർ വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഡു വെർബുകളും ഹാവ് വെർബുകളും ബി വെർബുകളും. ഓർമ്മയുണ്ടോ? അത് മൂന്ന്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പ്രൈമറി ഓക്സിലറി എന്ന് പറയും. ക്ലിയർ ആയോ ഇല്ലയോ? ഇപ്പൊ നോക്കിയാ, ഐ ഹാവ് പർച്ചേസ്ഡ് എ കാർ. ഐ ഹാവ് എ കാർ, ഹാവ് അവിടെ മെയിൻ വെർബാണ്. ഐ ഹാവ് പർച്ചേസ്ഡ് എ കാർ, ഹാവ് അവിടെ ഓക്സിലറി വെർബ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തതിലേക്ക് വരിക. സെക്കൻഡറി ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത, ഇവയ്ക്ക് ഓക്സിലറി വെർബായിട്ട് മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ ഒരു കംപ്ലീറ്റ് സെന്റൻസിൽ എന്നാണ്. അപ്പൊ ഏതൊക്കെയാണ്? ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, വിൽ, വുഡ്, ഡെയർ, നീഡ്, യൂസ്ഡ് ടു, ought to, get, keep, make, let. ഈ അവസാനത്തെ നാലെണ്ണം അതൊരു മോഡേൺ ഓക്സിലറീസ് നമ്മൾ വിളിക്കും, കാരണം അത് റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ്. എങ്കിലും അതും കൂടി നമുക്ക് അതിന്റെ ഒപ്പം തന്നെ ഓർത്ത് വെക്കും. ഇന്ന് അങ്ങനെ ഉപയോഗിക്കും, കുറെ മെയിൻ വെർബുകളും ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കും. ഓക്കെ,
ഐ അഡ്വൈസ്ഡ് ഹിം ഫോർ ഗെറ്റ് ഗോയിങ് എന്ന് പറയും. അപ്പൊ ഗോയിങ് എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ വെർബ്. ഗെറ്റ് ഗോയിങ്, തുടർന്നോളാൻ ഞാൻ അവനെ അഡ്വൈസ് ചെയ്യും, നന്നായിട്ട് പഠിച്ചോളാൻ അഡ്വൈസ് ചെയ്യും എന്നുള്ള അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഗെറ്റ് ഗോയിങ് വിത്ത് ഹിസ് എഫേർട്ട്. അപ്പൊ ഗോയിങ് ആണ് മെയിൻ വെർബ്, ഗെറ്റ് എന്നുള്ളതാണ് അവിടെ എന്ത്? ക്ലിയർ അല്ലേ? അപ്പൊ ഐ ടോൾഡ് ഹിം ഫോർ കീപ് വാച്ചിങ് ദാറ്റ് പേഴ്സൺ. അപ്പൊ കീപ് വാച്ചിങ്, അയാളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. കീപ് വാച്ചിങ് ആണ് അവിടുത്തെ മെയിൻ വെർബ്, കീപ് എന്നുള്ളതാണ് എന്ത്? ഓക്സിലറി വെർബ്. ക്ലിയർ ആയോ ഇല്ലയോ? ഓക്കെ. അപ്പൊ ഇവയ്ക്ക് പ്രത്യേകത എന്താണ്? അതിന് മെയിൻ വെർബ് ആകാൻ വേണ്ടി പറ്റില്ല, ഓക്സിലറി വെർബ് ആകാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സെക്കൻഡറി ഓക്സിലറീസ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ അല്ലയോ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത്, അപ്പൊ ഇത് നോട്ട് ചെയ്ത് കാണുമല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയാം. നമുക്ക് വെർബുകളെ രണ്ടായിട്ട് തിരിക്കാം, മെയിൻ വെർബുകൾ എന്നും ഓക്സിലറി വെർബും തിരിക്കാം. ഓക്സിലറി വെർബ് നമുക്ക് വെർബ്സ് ആയിട്ട് നമുക്ക് 28 എണ്ണമാണുള്ളത്. അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി ഓക്സിലറി, സെക്കൻഡറി ഓക്സിലറി. പ്രൈമറി ഓക്സിലറീസ് 11 എണ്ണമാണ്. ആം, ഈസ്, ആർ, വാസ്, ഓർ, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇനി നമുക്ക് സെക്കൻഡറി ഓക്സിലറീസ് 17 എണ്ണമാണുള്ളത്. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഡെയർ, നീഡ്, യൂസ് ടു, ഓട്ട് ടു, ഗെറ്റ്, കീപ്, മേക്ക്, ലെറ്റ്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ? ഉണ്ടോ? പിന്നെ നമുക്ക് ഇതിൽ വെർബിനെയാണ് നമ്മൾ കൂടുതലായിട്ട് നാളെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? വെർബിന്റെ കോൺജുഗേഷൻസ് പഠിക്കണം, വെർബ് 3 മാറുന്നത് പഠിക്കണം. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് അതാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ലിസ്റ്റ് ഓഫ് വെർബ്സ് ഞാൻ തരും, അത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. അതായത് വെർബിന്റെ V1 V2 V3 ആയിട്ട് പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ എക്സസൈസ് തരുന്നതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ഒക്കെ ഉള്ളപ്പം ബേർഡൻ ആയിട്ടൊക്കെ തോന്നാം. പക്ഷെ നമ്മൾ ആകെപ്പാടെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും ദിവസം മര്യാദയ്ക്ക് പോയാലേ നമുക്ക്, ഇത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമുക്ക് എന്ത് വേണം? പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവിടത്തേക്ക് നിങ്ങൾ ഇത്രയും പൈസയൊക്കെ മുടക്കി പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉറപ്പായിട്ടും സ്കോർ ചെയ്യണം അല്ലെ? നമുക്കത് ക്ലിയർ ചെയ്യണം. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാൻ മേലാത്തതുണ്ടെങ്കിൽ ആ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇച്ചിരി സമയമൊക്കെ എടുത്ത്, ഇച്ചിരി സമയം എക്സ്ട്രാ ഒക്കെ ഇരുന്നിട്ടൊക്കെ ഇത് പഠിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കണം. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ സാറ്റർഡേയുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ സ്പീക്കിംഗ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിനെ കുറിച്ച് സാറ് മര്യാദയ്ക്ക് പറഞ്ഞു തന്നതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത്. അപ്പൊ അതിനുശേഷം ഈ ടൈം ടേബിൾ, അപ്പൊ ഇന്ന് 5 മണി തൊട്ട് 7 മണി വരെ ഉള്ളവർ ചൂസ് ചെയ്യുന്ന പ്രിഫേർഡ് ടൈമും കൂടി എന്നെ ഒന്ന് അറിയിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ സാറ്റർഡേയുടെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ ടൈം ടേബിൾ ഇടും. ആ ടൈം ടേബിൾ പ്രകാരമായിരിക്കും നമ്മൾ പോവുക സ്പീക്കിങ്ങിൻ്റെ. അപ്പൊ അതിൽ നമുക്ക് ഒരു പ്രോബബിൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ആ പ്രോബബിൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടുന്ന് ടീച്ചേഴ്സ് ചോദിക്കുക. നമുക്കത് നോർമലി നമുക്കിപ്പം എല്ലാ ദിവസവും നിങ്ങൾ ഇരിക്കണം എന്നില്ല. നമുക്കൊരാഴ്ചയിൽ ഒരാൾക്ക് ഒരു 3 ദിവസം കിട്ടുന്നത് പോലെ ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുക. 2 അല്ലെങ്കിൽ 3 ദിവസം കിട്ടുന്ന പോലെ ആയിരിക്കും അറേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് കൂടുതൽ സമയം അവർക്ക് കിട്ടുന്നത് പോലെ ആയിരിക്കും. കേൾക്കുന്നുണ്ടോ? കാരണം നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഒരു 20-25 ക്വസ്റ്റ്യൻസേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലാണ്ട് IELTS-നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ കുറെ 100-300 ക്വസ്റ്റ്യൻസിനൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് ചോദിക്കുന്ന ഒരു 20-25 ഏരിയാസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിലാണ് നിങ്ങളെ ചോദിക്കുക. അപ്പൊ നമുക്ക് ഒരാഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസം നിങ്ങൾക്ക് വെച്ച് കിട്ടിയാൽ ദാറ്റ് ഈസ് സഫീഷ്യന്റ്. ഇനി നിങ്ങൾക്ക് അത് ആർക്കെങ്കിലും ഒക്കെ തീരെ പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെ റെഗുലർ ആയിട്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തീരെ പറയാൻ പറ്റാത്തതും സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ അങ്ങനെയായിരിക്കും ടൈം ടേബിൾ ഇടുക. എന്താണെങ്കിലും നമുക്ക് സാറ്റർഡേയിൽ സാർ അതിനെ ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾ ഇന്ന് റാൻഡം ആയിട്ട്, ഇപ്പൊ നിങ്ങൾ ഇനി കുറച്ചും കൂടി സാറ് വരുമ്പോഴും എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കും. അപ്പൊ അറിയത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അന്ന് ആരും വരാതെ ഇരിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 2 മണി തൊട്ട് ആണ് ആ ക്ലാസ് ഉണ്ടാവുക. അപ്പൊ അന്ന് നിങ്ങൾ എന്താണെങ്കിലും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഇനിയിപ്പോ ആകെ ഒരാളെ വന്നുള്ളെങ്കിലും സാറ് ക്ലാസ് എടുക്കും. പക്ഷെ ആ ക്ലാസ്സിന്റെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് കിട്ടൂല, അത് ഇവിടെ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ അത് പിന്നീട് റെക്കോർഡിംഗ് കാണാൻ ഓർത്ത് നിൽക്കരുത്. റെക്കോർഡിംഗ് ഉണ്ടാവില്ല, അത് ഇവിടെ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇനിയുള്ളത് നിങ്ങളുടെ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നെക്സ്റ്റ് മൺഡേ തൊട്ടായിരിക്കും.
മൺഡേ തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കാരണം അതിന് മുൻപ് നിങ്ങൾക്ക് അതിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണ്, ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് ശേഷമായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലും മെസ്സേജ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംശയമാണ്, ഞാൻ കണ്ടില്ലെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാവും, അവർ പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ് ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആവും. അതുകൊണ്ടാണ് അതിനകത്ത് ഇടാൻ വേണ്ടി പറയുന്നത്. ഓക്കെ.